ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ 3-4 ദിവസമായിട്ട് വാഹന എം ജി ഇറങ്ങിയൊക്കെയായിരുന്നു. നമുക്ക് ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളിതേ ഇന്ന് നമുക്ക് ഫ്ലിപ്പ് ഫ്രോഗിലും പിന്നെ നമ്മൾ 5-6 ടോപ്പ് ആയിട്ട് ലൂസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വള്ളത്തിൽ ഒരു ആറ്റിലറിയാണ് കേട്ടോ. സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചിങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൂടെ ഇന്ന് ഞാൻ മാത്രമല്ല ക്യാമറ നമ്മുടെ 2 കോ ആംഗ്ലേഴ്സ് കൂടിയുണ്ട്. പ്രൊഫഷണൽ 2 ആംഗ്ലേഴ്സ് ആണ്. ഒറ്റക്കറയിട്ട് മീൻ അടിക്കാത്ത 2 പ്രൊഫഷണൽസ് പുറത്ത് നടക്കുകയാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഇന്ന് അടിച്ചിട്ട് ഇന്ന് ഇറങ്ങിയിട്ടുള്ള അടിക്കാൻ നോക്കാം. റെക്കോർഡ് ആ വിട്ടിരുന്നവരാ കാട്ടിക്കല്ലേ ലിപ്പറില്ല അതല്ല എഞ്ചിന് ചെറിയ മീനില്ല പൊക്കെ എടുക്കാം. കാട്ടിക്കല്ലേ ആ പോളി ഇതേ പറ്റവൻ നിനക്ക് വാഹനല്ലേ പൊക്കിട്ടു അങ്ങനെ നമ്മളവനെ പൊക്കി ഗൈസ് പൊക്കി. റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ? ക്യാമറ നോക്ക്. പക്ഷെ ആ ചാട കിട്ടിയെന്ന് അറിയാൻ പോലെ കറക്റ്റ്. അതാണ് കാര്യം. അതെ ഫോളോ ചെയ്താണ് അടിച്ചത്. ഞാൻ എറിഞ്ഞില്ലേ അതിന്റെ അടുത്തല്ല ഇവിടെ അതിന്റെ അപ്പുറത്ത് നിന്ന് വീണ് റോഡ് അടിക്കോ. ഇപ്പറില്ല ഇല്ലെന്ന് ചേട്ടൻ്റെ ഇല്ലേ? ഞാനെടുത്തില്ലെന്ന്. ഒരു കിലോ ഉണ്ട് കനമുണ്ട്. ഇതിനല്ല കാണാൻ പോലെ ലൈറ്റ് ഉണ്ട് മീന്. മണൽ വാഹയാണ് ഫ്ലിപ്പ് ഫ്രോഗിൽ അടിച്ചത്. സൈസുള്ള വാഹട്ട് മാറും. വാഹ ചെറുതാണെങ്കിലും വെയിറ്റ് ഉണ്ടാവും ഇതിന്. ഭയങ്കര വരാലിനെ പോലെയൊന്നുമല്ല, അത്യാവശ്യം വെയിറ്റ് ഉള്ള മീനാണ്. ഒരു കാര്യമൊക്കെ പറയട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ പിടിച്ച മീൻ നമ്മൾ കുക്ക് ചെയ്യാൻ പോയിട്ട് നമ്മളൊരു വാഹ പിടിച്ചായിരുന്നു. പിടിക്കുന്ന വീഡിയോ നമ്മൾ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുക്കിംഗ് ആണെങ്കിൽ അതിന് ഷെഫ് ഉണ്ട്, ഞാനല്ല കുക്ക് ചെയ്യണത്. ഷെഫിനെ കൊടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഷെഫ് പറയും. അപ്പോൾ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് ഗ്രില്ല് ചെയ്യാൻ പോവാണ് ഫോയിൽ പേപ്പർ വെച്ചപ്പോൾ. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്, നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം വരയൊന്നും ഇട്ടിട്ടില്ല, അപ്പോൾ നമ്മൾ വര ഇടാൻ പോവാണ്. വരയിട്ട് കൊടുക്കുന്നു. ഓക്കെ സാധനങ്ങൾ അപ്പോൾ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം. സിമ്പിളായിട്ടുള്ള സാധനമാണ്. കുരുമുളകും ഉപ്പും മാത്രമേ ഉള്ളൂ. നമുക്ക് മിക്സ് ചെയ്യാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി മാരിനേറ്റ് ചെയ്യാം. നമുക്ക് ഫ്രൈ വട്ടം വയ്ക്കാനോ?
ഗിൽസ് ഒന്നും കളഞ്ഞിട്ടില്ലോട്ടാണ്. അടിച്ചെടുക്കണമെന്നില്ല, കുറച്ച് ഉപ്പ് പൊതിഞ്ഞ് വെച്ചേക്കും. അവിടെ വെളുത്തുള്ളി അറിയാമല്ലോ. ഇപ്പം നമുക്ക് ഉള്ളിൽ ഫില്ലിങ്സിന് മാത്രമായിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഉള്ളി മാത്രമേ എടുക്കാനുള്ളൂ, വേപ്പുറത്തേക്കൊന്നും നമ്മൾ എടുക്കണില്ല. അങ്ങനെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. ഉള്ളി മാത്രം സ്റ്റഫ് ചെയ്ത് വയ്ക്കുവാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പുറത്തേക്കൊന്നും ഉപയോഗിക്കില്ല. ഫോയിൽ പേപ്പർ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, അടഞ്ഞു തന്നെ ഇരിക്കും. ഫോയിൽ പേപ്പർ ഇട്ടാണ് ഗ്രില്ല് ചെയ്യണത്. പിന്നെ അടഞ്ഞു തന്നെ ഇരിക്കണതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, മൂടി എടുത്തുകൊണ്ട് ഇപ്പം നമുക്ക് ഗ്രില്ലിംഗ് ഒക്കെ കഴിഞ്ഞ്, അല്ല മാരിനേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കപ്പോൾ ഗ്രില്ല് സെറ്റ് ചെയ്യണ പരിപാടിയിലേക്ക് അങ്ങോട്ട് പോയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർക്കോൾ ഇടാൻ പോവാണ്. 2 കിലോയുടെ അത്രയുണ്ട്. പട്ടി നമ്മളെ ആളൊന്ന് നോക്കോണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി. എന്താ പല്ലി വെക്കുക. ഓക്കെ, അപ്പം ചാർക്കോളൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ലോണം കനലായി ചൂടായി. അപ്പം നമുക്കിനി ഗ്രില്ല് വയ്ക്കാം. ഗ്രില്ല് വയ്ക്കാം. ഇനി ഗ്രില്ല് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫോയിലപ്പം അത് ശരിയാക്കാം. ഫോയിലിട്ടാണ് ശരിയാവുന്നത്. ഓക്കെ, ഇത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അപ്പോൾ നമുക്കിനി ചൂടായിട്ടുണ്ട് ഒരുമാതിരി. അപ്പോൾ നമുക്ക് മറിച്ചിടാം. ഓക്കെ, പോയി കയറൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അതാണ് കളിക്കുന്നത്. ഒരുമാതിരി ചൂടായിട്ടുണ്ട്.
ഇല്ലിങ്ങൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് മീൻ എടുക്കുവാണ്. ചൂടുണ്ട്, അതുകൊണ്ടായിട്ട് എടുക്കാം. ഓക്കെ, നമ്മള് ഇല്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവൻ അൺട്രാവൽ ചെയ്യാം. മൊമെന്റ് ഓഫ് ട്രൂത്ത്. ചൂടുണ്ട്. ആഹാ, ആയിട്ടുണ്ട്. ജ്യൂസി ജ്യൂസി. അതെ, ജ്യൂസ് സെറ്റായിട്ടുണ്ട് സാധനം. ഇതിലൊക്കെ പറഞ്ഞു നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങണ്ടായിരുന്നു പരിപാടി. നമുക്ക് കുറച്ച് ലൈറ്റ് പോകണമെന്ന് എടുക്കായിരുന്നു. പറയാനാണോ? സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. സ്മെൽ മീൻസ് നല്ല മണം എന്നൊക്കെ ഉദ്ദേശിക്കാം. സാധനമൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ചൂടുണ്ടോ? ചൂടൊക്കെ ഉണ്ടല്ലോ, ആവി വറക്കണം. നമുക്ക് നാരങ്ങ തിരിച്ചൊഴിക്കാം. ദൈവമേ, ചാകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഫുഡൊക്കെ ചൂടാണ്. ക്യാമറയുടെ കൈ വട്ടം വരുന്ന പറഞ്ഞിട്ടുണ്ട്. നോക്കാം. കുഴപ്പമില്ല. അതേപോലെയൊക്കെ തന്നിപ്പുണ്ട്. കുഴപ്പമില്ല. നിൽക്കും, ചൂടാണ്, ഇത് എടുക്കാൻ പറ്റില്ല. നിൽക്കട്ടെ, ആവി ഇറക്കുന്നു. അപ്പൊ നമ്മളെ പങ്കാളിക്ക് കൊടുക്കുവാണ് നമ്മള്. പറ്റി സാർ, നിന്റെ അഭിപ്രായമൊക്കെ പറയണം. കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? എന്നാ എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ടാ? ഇച്ചിരി ഉപ്പ് ഇച്ചിരി പിടിക്കാത്തതിന് വല്ല കുഴപ്പമുണ്ടോ? ഇത്ര ശരിയാക്കാം. ശരിയാകില്ല, പിന്നീട് പൊട്ട. നോക്ക് നോക്ക്, കുഴപ്പമില്ല. ചൂടുണ്ട്, ചൂടുണ്ടായ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചൂടുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പുള്ളി ഒറ്റടിക്ക് തിന്നാനിപ്പോ എന്തിനാലും എടുത്ത് വായിലേക്ക് ഇടുന്നതാണ്. ചൂടുണ്ട്, കുറച്ച് ചൂടുണ്ട്. അതാണ് ഒന്നും കടിക്കില്ല. നമുക്ക് എത്ര നേരം വായി വെച്ച് കൊടുക്കുക. മതിക്കടാ.